ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഒന്നിച്ച് കൊട്ടാരക്കര ഗണപതി ഭഗവാനെ കാണാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഗണപതി ഭഗവാനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പോയിച്ചു വരാം. അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, അവരൊക്കെ റെഡി ആവുന്നു. അപ്പോൾ ഞങ്ങൾ റെഡി ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങി താഴെ നിന്നതാണ്. അപ്പോൾ നമുക്ക് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട്, ഗണപതി ഭഗവാന്റെ ഉണ്ണിയപ്പം ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതും വാങ്ങിച്ച് നമുക്കിങ്ങനെ പോരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. ഹായ് പറ. ഹായ് ഹായ്. അമ്മ അച്ഛന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ അല്ലേ? യാ, അമ്മ അച്ഛൻ ഇപ്പോൾ വരും. ഞങ്ങൾ നേരത്തെ ഇങ്ങനെ കയറി വണ്ടിക്കകത്ത് റെഡി ആയിട്ടിരിക്കും. 7 മണിന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 6:50 ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും. പക്ഷേ അവർ രണ്ടുപേരും ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ അവർ വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനുഷേട്ടൻ ആദ്യമായിട്ടാണോ പോകുന്നത് അമ്പലത്തിൽ? പോയിട്ടുണ്ടോ? അനുഷേട്ടൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? അപ്പം നമ്മൾ രണ്ടും ആദ്യമായിട്ട്. അമ്മ അച്ഛനും പോയിട്ടുണ്ടാവും അല്ലേ? അമ്മ വരുന്നുണ്ട്. ഇനി അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ അമ്മ വന്നു. ഇനി അച്ഛൻ വരാൻ വേണ്ടി നമുക്ക് നോക്കാം. അച്ഛനും വരുന്നുണ്ട്. അപ്പം അച്ഛനും വന്നു. അപ്പം നമ്മൾ യാത്ര തിരിക്കുവാണേ. അങ്ങനെ അതാ അച്ഛനും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ യാത്ര തിരിക്കുവാണ്. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചെന്നാൽ നമുക്ക് ഇവിടുന്ന് ഒരു യാത്ര ഒരു 1.5 മണിക്കൂറുണ്ടാവും. അപ്പം നല്ല സ്ഥലങ്ങളൊക്കെ ആട്ടോ. കൊട്ടാരക്കര നല്ല ദൂരമുണ്ട്. നമുക്കിവിടെ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ് മാക്സിമം ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ താമസിക്കുകയുള്ളൂ. നല്ല സ്ഥലം, നല്ലൊരു വെളുപ്പിനൊന്നും അല്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ട പ്രത്യേകത വെച്ച് ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം കൊന്നയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. കൊന്നയൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നു. വിഷു ആകുമ്പോഴത്തേക്ക് മിക്കവാറും കൊന്നപ്പൊക്കെ തീരുമെന്ന് തോന്നും. പിന്നെ നമ്മളിവിടെ ഇല്ലാത്ത സാധനം ഞാൻ കണ്ടത്, മാവ് നിറയെ മാങ്ങ. നമ്മുടെ ഈ സമയത്ത് ഇപ്പോൾ ഇത്ര സമയം എനിക്ക് ഈ വർഷമായിട്ട് മാങ്ങയൊന്നും അങ്ങനെ കായ്ച്ചിട്ടില്ല, മാവൊന്നും. പക്ഷെ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും മുറ്റത്ത് ഓരോ മാവും ഉണ്ട്. അത് നിറയെ മാങ്ങായും ഉണ്ട്. അതൊരു നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ പകുതിയോളം എത്താറായിട്ടുണ്ട്. നല്ല വെയിലും ഉണ്ട്. പിന്നെ ഞായറാഴ്ച അതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നുമില്ല, അത്യാവശ്യം തിരക്കൊക്കെ. എല്ലാവരും യാത്രയൊക്കെ ചെയ്യുന്നു, അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നു. ആ ഒരു തിരക്ക് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസൊക്കെ അവധി ആയതുകൊണ്ട് ഒരുപാട് തിരക്ക് റോഡിൽ ഫീൽ ചെയ്തില്ല. പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്ന ഈ നമ്മുടെ ബസ്സുകളും മാലയൊക്കെ ഇട്ട് പോകുന്ന ബസ്സുകളും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്നത്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അവർ എനിക്ക് തോന്നി അമ്പലത്തിലോട്ടായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ സ്ലോ ചെയ്യുമ്പോൾ അവർ അടിച്ചു വിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അവർ നമ്മുടെ മുന്നിൽ അമ്പലത്തിലോട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി തിരുവനന്തപുരത്തോട്ടാണോന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ പന്തളം എത്തിയപ്പോൾ അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു അമ്പലം കണ്ടു, സരസ്വതി ക്ഷേത്രം. അപ്പോൾ അതും കണ്ടു. ഇവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മൾ കൊട്ടാരക്കര അമ്പലത്തോട് തന്നെ പോവാണ്. വേറൊരു അമ്പലങ്ങളും നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം പിന്നെ താമസിക്കും നമ്മൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഞായറാഴ്ചയൊക്കെയാണ് നല്ല തിരക്കുണ്ട്. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വണ്ടികളിൽ പാർക്ക് ചെയ്യുന്നവരെ ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല തിരക്കുണ്ട്. നമുക്ക് പാർക്കിംഗ് നോക്കിയിട്ട് കിട്ടുന്നില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് നോ പാർക്കിംഗ് ബോർഡ് ഉണ്ട്, അവിടെ താഴെ തന്നെ കൊണ്ടിടാന്ന് വണ്ടി. നമുക്കത് പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കുമായിരുന്നേ. അങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മുന്നിൽ വന്ന ആ വണ്ടിയുണ്ട്, ഒരു ഹൈ റൈഡർ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പം ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ അവരും ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഇവിടെ അപ്പം നമ്മൾ പറഞ്ഞ തിരുവനന്തപുരം പെർമിഷൻ അല്ല, ഇവർ ഇങ്ങോട്ട് വന്നതാണ്. ഇതിന്റെ ഈ വണ്ടി അവിടെ കയറ്റിയിട്ടല്ല, പാർക്കിംഗ് സ്ഥലമുണ്ട്. പക്ഷെ അവിടെ കയറ്റിയിട്ട് നമുക്ക് ഇറക്കാൻ പാടാക്കിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് അപ്പോൾ സൈഡിലെല്ലാം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല വലിയൊരു അമ്പലക്കുളം ഉണ്ട്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു അമ്പലക്കുളം വെച്ചാൽ നല്ലൊരു വലിയൊരു കുളമാണ്. നമ്മുടെ അടുത്ത പോലെ കുഞ്ഞു കുളമൊന്നുമല്ല, നല്ല വലിയൊരു കുളമാണ്. അത് പിന്നെ കാണിക്കാവേ. അപ്പം ഞങ്ങളും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുവാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് എന്ത് വഴിപാടാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കടയിൽ ചോദിക്കാമെന്ന് വിചാരിച്ചു, എന്താണ് അമ്പലത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് കണ്ട് ചോദിച്ചപ്പോൾ അവർ നമുക്ക് പഴം തന്നു. പിന്നെ ശിവഭഗവാനുണ്ട്, ശിവഭഗവാന് കൊടുക്കാനായിട്ട് കൂളത്തുമാല തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണപതിക്ക് കൊടുക്കാനായിട്ട് കനകമാല തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ ഗണപതിക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങയാണല്ലോ പ്രധാനം. അപ്പം നമ്മൾ തേങ്ങായും മേടിച്ചു. അപ്പം അങ്ങനെ 3 തേങ്ങായും മേടിച്ചു. നമ്മൾ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാനായിട്ട് മേടിച്ചു. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ അകത്തേക്ക് വന്നു. അപ്പോൾ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും അലൗഡ് അല്ല അവിടെ. അപ്പം നമ്മൾ പുറത്ത് മാത്രം, അതിൽക്കുള്ളിൽ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അമ്പലത്തിലെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട്.
നല്ല തിരക്കുണ്ട്. പുറത്തൊക്കെ അങ്ങ് നോക്കിയപ്പോ അകത്തോട്ട് നല്ല ക്യൂ കണ്ടു കേട്ടോ. കാരണം എനിക്ക് തോന്നി അമ്പലത്തിനകത്ത് എന്തോ രാവിലത്തെ പൂജ ആയതുകൊണ്ടാവും ആൾക്കാർ കുറെ പേര് അവിടെ അടച്ചിട്ടുണ്ടാവും. ആൾക്കാർ കുറെ പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും പതുക്കെ അവിടുന്ന് അകത്തോട്ട് കയറുവാണ്. അപ്പൊ അവര് പുറത്ത് ബോർഡിൽ വെച്ചിട്ടുണ്ട്, വലിയ ബാഗും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ വെക്കണം. വൺ സൈഡ് ചെറിയ ബാഗാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ ബാഗൊക്കെ ആയിട്ട് പുറത്ത് നിരോധിച്ചേക്കുന്ന പറ്റത്തില്ല, പറ്റുമായിരിക്കും അല്ലേ? ചെറിയ ബാഗ് ഞാൻ നോക്കിയപ്പോൾ ഇട്ടുകൊണ്ട് ആൾക്കാർ കയറുന്നുണ്ട്. വലിയ ബാഗാണ് അവര് കയറ്റാത്തത്. അപ്പൊ ഞങ്ങള് അകത്ത് കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ല തിരക്ക്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ തൊഴാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്, തുലാഭാരം, അതൊക്കെ ഇനി ഞായറാഴ്ച ആയതുകൊണ്ടുണ്ട്. ഞങ്ങൾ തൊഴുതേച്ച് പുറത്തിറങ്ങി നിൽക്കും കേട്ടോ. അകത്തോട്ട് നമുക്ക് തിരക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്താണ് തോന്നുന്നു ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പുറത്തിറങ്ങി ഞങ്ങൾ തൊഴുതേച്ച് പുറത്തിറങ്ങി. അപ്പൊ അവിടെ നോക്കിയപ്പോൾ നല്ല പൂന്തോട്ടം. പിന്നെ ഈ കുളം കണ്ടു. ഈ കുളം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ആ സ്റ്റെയറിൽ കൂടെ കയറിയിട്ട് ഞാൻ പറയാമായിരുന്നു അതൊന്ന് എടുക്കുക. കാരണം പൊക്കത്തിൽ കയറിയാൽ നമുക്ക് നന്നായിട്ട് ആ കുളം മൊത്തത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ ആ സ്റ്റെയർ കയറ്റിച്ചതാ. ഇപ്പൊ ഈ കണ്ടോ, വലിയ കുളമല്ലേ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന കുളം ഇത്രയും വലുപ്പം ഉണ്ടാവില്ല, പക്ഷെ ഇത് നല്ല വലുപ്പത്തില് വലിയ കുളം. വെള്ളമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എടുക്കുന്നത്. അവിടുത്തെ ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. 2 ഗേറ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് അകത്തിറങ്ങാൻ പറ്റില്ല, അവർ പൂട്ടി ഇട്ടേക്കാണ്. അപ്പൊ അങ്ങനെ ഈ പൂന്തോട്ടമൊക്കെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ അവർ നിൽക്കുന്നവർ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുന്നതാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ഞങ്ങൾ ഉണ്ണിയപ്പവും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിന് 40 രൂപ. അങ്ങനെ നമുക്ക് അവിടെയും തിരക്കായിരുന്നു. കുറച്ച് ഉണ്ണിയപ്പം ഞങ്ങൾക്ക് കിട്ടി. ചോദിച്ചത്ര ഒന്നും തന്നില്ല അവര്, കാരണം തിരക്കായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് 4 പാക്കറ്റ് ഉണ്ണിയപ്പേ തന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പവും വാങ്ങിച്ച് നേരെ ഇനി വണ്ടി എടുത്തോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ വഴി സൈഡും ഒക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പുറം വഴി പുറത്തിറങ്ങി. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അകത്തൊക്കെ വെച്ച് താമസം വന്നുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇതുവഴി ഞങ്ങൾ നടന്ന് നേരെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇപ്പുറം വഴി നേരെ ഇറങ്ങി. തൊട്ടപ്പുറത്ത് വേറൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലെയാണ് ഈ വായന കേൾക്കുന്നത്. അവിടെ ഉത്സവം തുടങ്ങുന്നു മറ്റോ അവിടെ പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ തലയ്ക്ക് നടന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി കേട്ടോ. അപ്പം അവര് പറയുമായിരുന്നു എന്തൊക്കെ ഉണ്ട്, മസാല ദോശ നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 4 പേരും മസാല ദോശയൊക്കെ കേട്ടോ ഓർഡർ കൊടുത്തത്. മസാല ദോശ, ഉഴുന്നുവടയുണ്ട്, ചമ്മന്തി, സാമ്പാർ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മസാല ദോശയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ചൂടോടുകൂടി നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തൊട്ടടുത്തടുത്തടുത്ത് വേറെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടെ കയറി. നല്ല മസാല ദോശയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഞങ്ങൾ നേരെ അമ്പലത്തൊക്കെ വന്നു, തൊഴുതു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മസാല ദോശ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത നല്ല ഡ്രസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ.